ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഇഫ്താർ സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ. നിങ്ങൾക്ക് പകുതി വീഡിയോ നോക്കിയിട്ട് പകുതി വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ ക്ലിയറായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഫുള്ള് വീഡിയോ വാച്ച് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ എല്ലാവരും ആയോ. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ബോയിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ബോയിലാക്കിയിട്ട് തൊലി പീലാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് എങ്ങനത്തെ ഗ്രേറ്റർ ആയാൽ മതി, ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് ഇനി ഉരുളക്കിഴങ്ങ് നമുക്ക് ഗ്രേറ്റ് ആക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഇനി കട്ട് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. ഇതിലേക്ക് ഇതേപോലത്തെ നന്നായിട്ട് നമുക്ക് ഗ്രേറ്ററിന് നന്നായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ആക്കിയിട്ട് ഇവിടെ പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പൊട്ടാറ്റോ മാഷർ ഉണ്ടെങ്കിൽ, പക്ഷെ അത്ര മാഷറിന് ഇതേപോലത്തെ ഗ്രേറ്ററിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ മൊത്തം ഉരുളക്കിഴങ്ങ് ഇവിടെ ഗ്രേറ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതി ഉരുളക്കിഴങ്ങ് ഇനി 2 ബൗളിലേക്ക് ഞാൻ മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരേ അളവത്തെ ഉരുളക്കിഴങ്ങ് ആയ കാരണം 3 ഉരുളക്കിഴങ്ങ് വേറെ ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ആക്കി ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് വേറെ ബൗളിലേക്ക് ആക്കിയെടുത്ത് അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തന്നെ ഇതിലേക്ക് 2 ഫ്ലേവറായിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ചാക്കിപ്പോൾ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഫ്രഷ് മല്ലിയെല്ലാം, പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും, പിന്നെ വേറെ ഒരു ബൗളിൽ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണും. അപ്പോൾ നിങ്ങൾ പറയുക ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒന്നേനെ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നന്നായി ചോപ്പാക്കി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിന് ഫുള്ളായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി, ചില്ലി ഗാർലിക് നഗറ്റ്സ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പൗഭാജി മസാല ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂണിന് പൗഭാജി മസാല. പിന്നെ ആവശ്യത്തിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇനി കുറച്ച് ഞാൻ ഇതിലേക്ക് ഇത് ഓപ്ഷണലാട്ടോ, മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു ബൈൻഡിങ് കിട്ടാൻ നല്ല എക്സ്ട്രാ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടീസ്പൂണായിട്ട് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സെയിമിനൊക്കെ എല്ലാം ഇൻഗ്രീഡിയൻസ് 2 കൂടുതൽ സെയിം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് മസാല മാത്രം നമുക്കൊന്ന് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് പൗഭാജി മസാല ചേർത്തിട്ടുണ്ട്. നമുക്ക് 2 ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് ബാക്കി സെയിം മസാല നമുക്ക് ഒരേ ക്വാണ്ടിറ്റിക്ക് നമുക്ക് സെയിം ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണായിട്ട് ഞാനിപ്പോൾ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് നന്നായിട്ട് ഇപ്പോൾ മിക്സാക്കി എടുക്കണം. പക്ഷെ നമുക്ക് കയ്യിൽ നിന്ന് മിക്സാക്കി എടുക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കില്ലേ, അതേപോലത്തെ ഇത് മാവ് പോലത്തെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്പൂണിൽ ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് കയ്യിൽ തന്നെ നന്നായിട്ട് മാവ് പോലത്തെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഗാർലിക് മാവ് കുഴച്ചെടുക്കുന്നില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് ചില്ലി ഗാർലിക് നഗറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണിന് ബ്രെഡ് ക്രം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ബട്ടറിൽ സെയിം ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ബ്രെഡ് ക്രം ഇല്ലെങ്കിൽ ഒരു കറിയൊക്കെ മതി, നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടാവില്ലേ, അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനി ബ്രെഡ് ക്രം ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് 2 മാവ് ഇതേപോലത്തെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വലുതായിട്ട് പോയിടുക. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സ്പീഡായിട്ട് ഞാൻ ഇനി കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രെഡ് ക്രം ഇല്ലെങ്കിൽ ഇതേപോലത്തെ അരിപ്പൊടി ചേർത്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താൽ കുറച്ച് മാവ് കുടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് പുട്ടുപൊടിയില്ലേ, ആ പുട്ടുപൊടിനെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി കുറച്ച് റവൻ്റെ ഒരു കറുപ്പ് ഉണ്ടാവില്ലേ, അപ്പോൾ ഞാൻ പുട്ടുപൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ക്രിസ്പിനെസ് വരാൻ കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുക്കാം. രണ്ട് മാവ് നമുക്ക് ഈക്വലി ആയിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ നിങ്ങൾക്ക് ബേക്കിംഗ് ട്രേയോ പ്ലേറ്റ് എന്ത് നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഫ്ലാറ്റ് പാത്രം ഉണ്ട്, അതേപോലത്തെ ഒന്ന് എടുത്താൽ മതി. ജസ്റ്റ് ഇതിലേക്ക് ഓയിൽ ഗ്രീസാക്കിയിട്ട് എല്ലാവിടെ ഓയിൽ ഗ്രീസാക്കിയിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഈക്വലി ആയിട്ട് നമുക്ക് സ്പ്രെഡാക്കി കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 പ്ലേറ്റിൻ്റെ ആവശ്യമില്ല, പകുതി 1 സൈഡിൽ നമുക്ക്
ഈ വൈറ്റ് മിക്സറല്ലേ, ജസ്റ്റ് വൈറ്റ് ബാറ്ററിൽ ഈ ഡോയിൽ നമുക്ക് ജസ്റ്റ് ഇതേപോലത്തെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി അതേപോലത്തെ നമുക്ക് പാവ് ഭാജിൻ്റെ ഫ്ലേവറല്ലേ ഇതെല്ലാം തന്നെ സൈഡിലേക്ക് നമുക്ക് ഇവിടെ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഓരോ പ്ലേറ്റിൽ തന്നെ ഇത് അഡ്ജസ്റ്റ് ആവും എത്ര. അപ്പോൾ പക്ഷേ ചെറുത് ഉണ്ടെങ്കിൽ 2 പ്ലേറ്റിൽ ആക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലത്തെ വലുത് ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ തന്നെ പകുതിയായിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ഞാനിപ്പോൾ 2 സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ഒരു ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായി സെറ്റായി കിട്ടും. അല്ലെങ്കിൽ കൂടുതൽ സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ചൂട് കാലമായ എന്തായാലും കുറച്ച് നേരം നമുക്ക് ജാസ്തി നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി സെറ്റായി കിട്ടും. പിന്നെ നമുക്ക് ഇഷ്ടത്തിൽ സ്ക്വയറോ അല്ലാണ്ട് ഏത് ഡിസൈൻ വേണമെങ്കിൽ അതേപോലത്തെ നമുക്ക് പീസസ് കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒന്ന് ഞാൻ കുറച്ച് മല്ലിയില ഇതിൽ മേലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തുമ്പോൾ ഈ മല്ലിയില ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് ലുക്ക് നല്ല ഭംഗി ഉണ്ടാവും, പിന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തിട്ട് ഇതേപോലത്തെ തന്നെ സ്ക്വയർ പീസസ് ഞാനിപ്പോൾ ഇവിടെ കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസൈൻ വേണം, ഡയമണ്ട് കട്ടോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടിൽ അല്ലെങ്കിൽ ഏത് നിങ്ങൾ കുക്കി കട്ടറോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് ഇഷ്ടമാണ് അതേപോലത്തെ ഏത് ഡിസൈൻ ഇഷ്ടമാണ് അങ്ങനെ കട്ട് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സ്ക്വയറൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടല്ലേ. നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പ് കുറച്ച് ചീൽഡാക്കി എടുക്കുമ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. അല്ലാണ്ട് നമുക്ക് ഇനി ഞാൻ വേറെ ഒരു ട്വിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ആക്കാം. നന്നായിട്ട് നല്ല സിമ്പിൾ റെസിപ്പിയാണ്. എന്തായാലും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾക്ക് ലൈക്ക് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ പീസസ് ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റോറാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതേപോലത്തെ ഡ്രൈ മൈദപ്പൊടിയിൽ ജസ്റ്റ് ഇതേപോലത്തെ ഡ്രൈ മൈദപ്പൊടി എടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ മൈദപ്പൊടിയിൽ നമുക്ക് ഇങ്ങനെ പീസസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഫ്രീസറിൽ ഇങ്ങനെ പ്ലേറ്റ് നമുക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നല്ല ഹാർഡായി കിട്ടില്ലേ, കുറച്ച് ബലം പിടിക്കുകയല്ലേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ നമുക്ക് ഒരു 1.5 മാസം 2 മാസം വരെ നമുക്ക് നന്നായിട്ട് സ്റ്റോറാക്കി എടുത്ത് വയ്ക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് റിഫ്രിജറേറ്ററിൽ എങ്ങനെ സ്റ്റോറാക്കി ഫ്രോസൻ എങ്ങനെ ചെയ്യുക അതിൽ മെത്തഡ് നിങ്ങളുടെ കൂടെ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഞാനിപ്പോൾ വേറെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലേക്സ് ആഡ് ആക്കിയിട്ട് ഇനി ഞാനിപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലിക്വിഡ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് ബ്രെഡ് ക്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ നമുക്ക് എടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഈ മൈദപ്പൊടിൻ്റെ നമുക്ക് ലിക്വിഡ് ആക്കിയിട്ടുണ്ടല്ലേ, ഒരു ബെറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ടല്ലേ, ഇതിലേക്ക് ഡിപ്പാക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രമ്മിൽ കോട്ടിങ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് എങ്ങനെ ഫ്രോസൻ ആക്കി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് കുറച്ച് ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം പിടിക്കുക നല്ല കുറച്ച് കട്ടിയായിട്ട് ഷേപ്പ് ഹാർഡായി പോലെ അതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി വെച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ഇത് ഫ്രോസൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതായിപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ 2 കൂട് ഞാനിപ്പോൾ ഒരു മൈദൻ്റെ കോട്ടിങ്ങും പിന്നെ ഒന്ന് ബ്രെഡ് ക്രമ്മിൻ്റെ കോട്ടിങ് ഇപ്പോൾ 2 ഇതായിട്ട്. അപ്പോൾ ബ്രെഡ് ക്രമ്മ് കോട്ടിങ് ആയത് നമ്മൾ പാവ് ഭാജി ഫ്ലേവർ തന്നെ, മൈദൻ്റെ കോട്ടിങ് ആയത് നമുക്ക് ചില്ലി ഗാർലിക്കിൻ്റെ നഗറ്റ്സോ ആണ് കേട്ടോ, ബൈറ്റ്സോ നഗറ്റ്സോ. അപ്പോൾ ഇതിലേക്ക് ശരിക്കും ഇത് നഗറ്റ്സാണ്. അപ്പോൾ എനിക്ക് ബൈറ്റ്സ് പറയാം, നമുക്ക് ഒരു ബൈറ്റ്സിൻ്റെ ഒരു അളവത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇനി ഞാനിത് ഫ്രീസറിനെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു നമുക്ക് നന്നായിട്ട് കുറച്ച് ബലം ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്ലോക്ക് ബാഗ് എടുത്തിട്ട് അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ ഫ്രോസൻ ആക്കി എടുത്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ശരിക്കും ഈ കടയിൽ വാങ്ങിച്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രോസൻ പ്രോഡക്ട്സ്. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് ഫ്രോസൻ റെസിപ്പി വേണം അതേപോലത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ തീരെ മറക്കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒന്നും എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്ത് ഫ്രോസൻ എടുത്ത് വെക്കുന്നുണ്ട് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് അത് എന്തൊക്കെ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയേണ്ടത് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ ഞാനിപ്പോൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ശരിക്കും ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇത്
ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പിറ്റേ ദിവസം ഞാൻ രാവിലെ മോർണിംഗിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇനി ഫ്രൈ ചെയ്തിട്ട് കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഓയിൽ എടുക്കാം. ആകെ ഒരു 2-3 മിനിറ്റ് മാത്രം മതിയിട്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ബാക്കി ഉള്ളിൽ എല്ലാം പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വേവിച്ചെടുത്തില്ലേ, ഒന്നും പച്ച ഇതൊന്നും ഇല്ല. അതായത് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒനിയൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേടായിട്ട്, അങ്ങനെ ചാൻസ് ഇതൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫ്രോസൺ ചെയ്ത് എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ഉണ്ട്, കേടിതൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ 2 കൂട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കോ, നല്ല മേലത്തെ ഭാഗം നല്ല ക്രിസ്പി ഉണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ക്രീമിനെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കെച്ചപ്പോ അല്ലാണ്ട് ഗ്രീൻ ചട്നി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ആക്കാം. നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. ഇതേപോലത്തെ ഇപ്പോൾ എനിക്ക് 2-3 ദിവസമായിട്ട് പനിയായ കാരണം ഇപ്പോൾ എൻ്റെ ഡെയിലി വീഡിയോ വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി നാളെ കൂടെ ഇൻഷാല്ല നമുക്ക് ഡെയിലി വീഡിയോ ആക്കാൻ ഞാൻ മുടക്കാണ്ട് വീഡിയോ ഇടും. അപ്പോൾ 2-3 ദിവസമായിട്ട് പനി ഇതൊക്കെ ആയ കാരണം എനിക്ക് വീഡിയോ ഇടാനും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, സ്റ്റേ ഹാപ്പി.